എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ അവസാന ഭാഗമാണ്. മാത്യു, ഒന്ന് നിൽക്കൂ. യെസ് സർ, പറയൂ. ഞാൻ ഇതുവരെ അദ്ദേഹത്തെ പപ്പ എന്ന് വിളിച്ചിട്ടില്ല. അത് അവൾക്കും അറിയാം. എനിക്കെങ്ങനെ ഒരു അടുപ്പം വരുന്നതുവരെ ഞാൻ വിളിക്കില്ല എന്നവളോട് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ മോളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷേ മാത്യുവിനെ കുറിച്ച് ഞാൻ കേട്ടതെല്ലാം നല്ലത് മാത്രമാണ്. എന്റെ മോൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കട്ടെ ഞാൻ. അദ്ദേഹം കർച്ചീഫ് കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടക്കുന്നുണ്ട്. ചൂടുകൊണ്ടാണ്. പക്ഷെ ആ ചോദ്യം കേട്ടതോടെ ഞാൻ ഉരുകാൻ തുടങ്ങി. എന്താ ഞാൻ പറയാ എന്നാലോചിച്ചുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു. സാറിന് സാറിന്റെ മകളോടുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലാവും. സാറിന്റെ മകൾക്ക് സാറിനോടുള്ള ഇഷ്ടവും എനിക്ക് മനസ്സിലാവും. അതിന്റെ ഒരു അംശമെങ്കിലും അവൾ എന്നെ സ്നേഹിക്കണേ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എത്ര മടങ്ങു ഞാൻ അവളെ സ്നേഹിച്ചാലും എനിക്കെന്നും അവളുടെ മനസ്സിൽ രണ്ടാം സ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷെ സാറവളോട് വേണ്ട എന്ന് തീർത്തു പറഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നോട് ബൈ പറഞ്ഞു പോയേനെ. മോളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ സമ്മതിച്ചത്. സാറിന്റെ സ്നേഹത്തിൽ സാറിന് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഈ തീരുമാനം തെറ്റിയില്ല എന്ന്. ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണത് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് നിറഞ്ഞെന്നു എനിക്ക് തോന്നി. കർച്ചീഫ് എടുത്ത് വിയർപ്പൊപ്പുന്നതിന്റെ കൂട്ടത്തിൽ കണ്ണടയെടുത്ത് കണ്ണുകൂടെ അദ്ദേഹം ഒന്ന് തുടച്ചു. അത്രയ്ക്ക് വലുതായൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഉവ്വോ, ശരിയെന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചപ്പോൾ പുറകിന്ന് അദ്ദേഹം എന്നെ ഒരിക്കൽ കൂടെ വിളിച്ചു. മാത്യു, പറയൂ സർ. ഈ സർ വിളി മാറ്റിക്കൂടെ? എനിക്ക് വല്ലാത്ത അകലം തോന്നുന്നു. മോൾ വിളിക്കുന്നത് പോലെ വിളിച്ചൂടെ? ശരി പപ്പ. ഞാനൊന്ന് ചിരിച്ചു. അദ്ദേഹത്തിന്റെ നിറഞ്ഞ ചിരി കണ്ടുകൊണ്ട് ഞാൻ കാറിനരികിലേക്ക് നടന്നു. കുറച്ചപ്പുറത്ത് മരത്തണലിൽ കസിൻസിന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന സോഫിയയെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവൾ ഞങ്ങളുടെ സംഭാഷണം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. അവൾ എന്നെ കൈവീശി വിളിക്കാമെന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ കാറിലേക്ക് കയറി തിരികെ കോഴിക്കോട്ടേക്ക്. കല്യാണതലേന്ന് അത്ര കാര്യമായ ചടങ്ങുകളൊന്നുമില്ല. ക്ഷണം സ്വീകരിച്ചു വന്ന ആൾക്കാരെ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജോലി. കൂടെ സപ്പോർട്ടായി അനിയത്തിയും അളിയനും ഉണ്ടെന്നതാണ് സമാധാനം. കല്യാണത്തിനുള്ള സ്യൂട്ട് അവരുടെ സെലക്ഷനാണ്. അനിയത്തിയുടെ കെട്ടിയോൻ എന്റെ പഴയൊരു സുഹൃത്താണ്. കെട്ട് കഴിഞ്ഞതോടെ അവൻ എന്റെ അളിയനായി മാറി. അല്ലെങ്കിലും അളിയന്മാരെ സുഹൃത്തുക്കളായി വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭാര്യയെ പേടിയുള്ളവരാണെങ്കിൽ പറയുകയേ വേണ്ട. തിരക്കിനിടയിൽ സോഫിയ എനിക്ക് മെസ്സേജ് അയച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ വിവാഹ വസ്ത്രത്തെ പറ്റിയും ധരിക്കാൻ പോകുന്ന ആഭരണത്തിനെ പറ്റിയും എല്ലാം. സത്യത്തിൽ എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന്. അവളുടെ ദൃഢനിശ്ചയം ഇല്ലെങ്കിൽ ഞാൻ വെറുമൊരു നിരാശാകാമുകൻ മാത്രമായി തീർന്നേനെ. അവളാണ് എല്ലാത്തിനും മുൻകൈയെടുത്തത്. ഞാൻ പുറകിൽ നിന്നതേ ഉള്ളൂ. തിരക്കെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ബെഡിലേക്ക് കിടന്നപ്പോൾ ഞാൻ അവൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. വേഗം ഉറങ്ങിക്കോ, നാളെ ഉറങ്ങാൻ പറ്റില്ല. അതെന്താ? കൺഫ്യൂസ്ഡ് സ്മൈലി വെച്ച് അവൾ റിപ്ലൈ അയച്ചു. നിന്നെ ഞാൻ ഉറക്കില്ലല്ലോ. ഉഫ്, താൻ എന്തൊരു വഷളനാടോ. ഹോ, ഇപ്പോ ഞാനായി വഷളൻ. എത്ര നാളായി ഒരുമ പോലും തരാതെ. ഞാൻ സെന്റി സ്മൈലി 3-4 വെച്ചു. അച്ചോ പാവം, നാളെ തരാം ട്ടോ. കണ്ണടച്ച് കാണിക്കുന്ന സ്മൈലി വെച്ച് അവൾ തിരിച്ചയച്ചു. ശരിക്കും? പിന്നെ ഇന്നലെ പപ്പ എന്താ സംസാരിച്ചേ? അത് നിന്റെ പപ്പക്ക് ഒരു സംശയം, നിനക്ക് പപ്പയോട് സ്നേഹമുണ്ടോ എന്ന്. ഞാനതൊന്ന് തീർത്തു കൊടുത്തതാ, അത്രേ ഉള്ളൂ. കൂട്ടത്തിൽ പുള്ളി എന്നോട് ഇനി മുതൽ പപ്പയെന്ന് വിളിച്ചാ മതിയെന്ന് ഒരു സജഷൻ കൂടെ വെച്ചു. എന്നിട്ടെന്താ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. റിയലി? അടോ സത്യം. ഐ ആം സോ ഹാപ്പി. ഐ ലവ് യു കെറ്റിയോനെ. ഐ ലവ് യു ടു മൈ കെറ്റിയോൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫോൺ മാറ്റിവെച്ച് ഞാൻ കണ്ണടച്ചു കിടന്നു. അവളുടെ മുഖം മനസ്സിൽ താലോലിച്ചപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു ഭയം. കല്യാണം കഴിക്കാൻ പോവാണല്ലോ എന്നോർത്തു തന്നെ ആവാം. സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഇതോടെ എന്റെ സർവ്വസ്വാതന്ത്ര്യം അടിയറ വെക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. കുളിച്ചു വസ്ത്രം മാറാൻ വേണ്ടി ബെഡ്റൂമിലെത്തിയപ്പോഴേക്കും ക്യാമറ ക്രൂ റെഡിയായിരുന്നു. കടും നീല നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു എന്റെ കല്യാണ വസ്ത്രം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പള്ളിയിലേക്ക് ഇറങ്ങി. കല്യാണത്തിനായി പ്രത്യേകം എന്റെ കൂട്ടുകാരൻ വഴി ആഗ്രഹ പൂർത്തീകരണത്തിനായി ഒരു ഓഡിയാറേറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നു. ചെറുക്കനും പെണ്ണിനും പോകാനുള്ള വാഹനം അതാണ്. പള്ളിയിലേക്ക് ഞാൻ ആ കാറിലാണ് പോയത്. പള്ളിയിലെത്തി അല്പസമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും സോഫിയയും ഫാമിലിയും എത്തി. എല്ലാവരും സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ കുറച്ച് സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. കാറിൽ നിന്ന് സോഫിയ ഇറങ്ങുന്നത് ഞാൻ കണ്ടില്ല. അതിനു മുമ്പേ എന്നെ ആരൊക്കെയോ കൂടി തള്ളി പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയി. അൾത്താരയ്ക്ക് മുന്നിൽ എന്റെ പെണ്ണിനെയും കാത്തുനിന്നു. വല്ലാത്തൊരു കാത്തുനിൽപ്പാണത്. അടുത്ത മണിക്കൂർ മുതൽ അവൾ എന്റേത് മാത്രമാകുന്നതിന് മുന്നേയുള്ള കാത്തിരിപ്പ്.
അധികം വൈകിയില്ല. പള്ളിക്കകത്തേക്ക് അവളുടെ ഫാമിലിയിലെ ഓരോരുത്തരായി കയറി വന്നുകൊണ്ടിരുന്നു. ഒടുവിലായി സോഫിയയും. തൂവെള്ള നിറത്തിലുള്ള ഒരു ഗൗണാണ് വേഷം. ചിറക് വിരിച്ച മാലാഖയെപ്പോലെ അവൾ എന്റെ അരികിലേക്ക് നടന്നു വന്നു. തൊട്ടടുത്ത് വന്നു നിന്ന് കൈമുട്ടുകൊണ്ട് വയറ്റിലൊരീട്ടി തന്നപ്പോഴാണ് എനിക്ക് പരിസരബോധം വന്നത്. ഇവൾ അരികിലായിരിക്കുമ്പോൾ എനിക്ക് പരിസരബോധം നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പള്ളിയിലാകെ പതിഞ്ഞ ശബ്ദത്തിൽ ചിരി പടർന്നു. അച്ഛൻ കുർബാന ചൊല്ലാൻ ആരംഭിച്ചു. കുർബാന സ്വീകരണം കഴിഞ്ഞ് മിന്നുകെട്ടും പുടവ കൊടുക്കലും. മിന്നുകെട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. സോഫിയയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടക്കാൻ ഞാൻ എന്റെ കർച്ചീഫ് എടുത്തു കൊടുത്തു. അവളത് തുടച്ചു എന്നെ നോക്കി ചിരിച്ചു. അവൾ എന്തോ ഓർത്ത് ചിരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ചടങ്ങെല്ലാം കഴിഞ്ഞ് ലൈറ്റായിട്ട് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്കായി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഔഡിയാറേറ്റിലേക്ക് കയറി. അപ്പൊ എങ്ങനാ തുടങ്ങല്ലേ? എന്ത്? ഞാൻ അവളെ എന്തോ ചെയ്യാൻ പോവാണെന്നു പേടിച്ച് പുറകോട്ട് വലിഞ്ഞു. ഏട്ടിപ്പുല്ലേ, ലൈഫ് തുടങ്ങുന്ന കാര്യമാ പറഞ്ഞേ. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. പുല്ലെന്നോ? ഞാനിനി എന്തൊക്കെ കേൾക്കണം? ദൈവത്തോട് ചോദിക്കുന്ന പോലെ അവൾ മുകളിലോട്ട് നോക്കി. അതൊക്കെ വേണ്ടിവരും. ഇന്നു മുതൽ നീ എന്റെ അടിമ. കാർ പതിയെ റോഡിലേക്ക് ഇറക്കി. ഡോ കെട്ടിയോനെ. കെട്ടിയ അന്ന് തന്നെ ഡിവോഴ്സ് വാങ്ങിച്ചു എന്ന ചീത്ത പേര് കേൾപ്പിക്കരുത് എനിക്ക്. അവൾ എന്നെ ഭീഷണിപ്പെടുത്താനായി ഷർട്ടിന്റെ കോളറിൽ കീറിപ്പിടിച്ചു. ഡിവോഴ്സൊക്കെ തരാം, ആദ്യം ഞാനൊന്ന് സ്നേഹിച്ചു തീരട്ടെ. അവളുടെ കൈയെടുത്ത് ഞാൻ എന്റെ വിരലുകൾ കോർത്തു. അതെപ്പോ തീരും? അവൾ ചോദ്യരൂപേണ എന്നെ നോക്കി. ഈ മിടിപ്പ് നിലയ്ക്കുമ്പോൾ അവളുടെ കൈയെടുത്ത് ഞാൻ എന്റെ നെഞ്ചിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. സോഫിയ. അവളൊന്നും മിണ്ടിയില്ല. മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു. കവിളിലൂടെ ഒരു കണ്ണീർ കണം ഒളിച്ചിറങ്ങുന്നുണ്ട്. അവൾ എനിക്ക് നേരെ തിരിഞ്ഞു ചിരിച്ചു. ആ കണ്ണുനീർ സന്തോഷത്തിൻ്റെതാണ്, അതൊഴുകട്ടെ എന്ന് അവൾ ചിന്തിച്ചു കാണും. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും സ്നേഹിക്കാൻ കൂടെ ഒരാൾ ഉള്ളിടത്തോളം കാലം ജീവിതം മനോഹരമാണ്. അത് നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെയാണെങ്കിൽ അതിമനോഹരവും. അങ്ങനെ മാത്യുവിന്റെയും സോഫിയയുടെയും സുന്ദരമായ ആ പ്രണയകഥ ഇവിടെ ശുഭമായി അവസാനിക്കുകയാണ്. പ്രണയമെന്നും ഇങ്ങനെയാണ്, പ്രതിസന്ധികളെ അതിജീവിച്ചൊന്നാകുമ്പോൾ അതിന് മധുരം കൂടും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.